നമസ്കാരം. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിൽ അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ട ഒരേ ഒരാൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയാണ്. അതിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിലെ മറ്റ് രാഷ്ട്രീയക്കാർക്ക് പുണ്യാളന്മാരാണെന്നാണോ? ഒരിക്കലുമല്ല. ശിക്ഷിക്കപ്പെടേണ്ട ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, നേതാക്കളായി ഇന്നും തുടരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല. അത് വരാത്തതിൻ്റെ കാരണം എന്താണ്? ഒരു സർക്കാർ മാറി അടുത്ത സർക്കാർ വരുമ്പോൾ അവർ സൗകര്യപൂർവ്വം മറക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്ന കൊള്ളകളും വൃത്തികേടുകളും എല്ലാം നൈസായിട്ട് അങ്ങ് മറന്ന് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ സ്വപ്നം കാണുന്ന ഒരു കേരളം എന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത, അഴിമതിക്കാരായ ഭരണകർത്താക്കളില്ലാത്ത ഒരു കേരളമാണ്. ഒത്തുകളിയില്ലാത്ത ഒരു ഭരണമാണ്. പക്ഷേ ഇത്തവണ അതുണ്ടാകുമെന്ന് വിശ്വസിച്ചു, ആഗ്രഹിച്ചു. പക്ഷേ അത് തന്നെയാണ് നിർഭാഗ്യവശാൽ വീണ്ടും സംഭവിച്ചിരിക്കുന്നത്. ഒരു ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിനെ ലഭിക്കുവാൻ ജനങ്ങൾ ഇനി എത്ര കാലം കൂടി കാത്തിരിക്കണം? ഞാൻ ഇത് പറയുന്നത് അങ്ങേയറ്റം വിഷമത്തോടെയാണ്. കാരണം ഒരുപാട് ഞാൻ എഫോർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഒരുപാട് എഫോർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് UDF അധികാരത്തിൽ വരാനായിട്ട്. പക്ഷേ ഇപ്പോൾ അത്രയും ഞാൻ എഫോർട്ട് എടുക്കേണ്ടിയിരുന്നോ എന്നെനിക്ക് തോന്നുവാണ്. കാരണം പ്രത്യേകിച്ച് മാറ്റവും തോന്നുന്നില്ല. എന്താണ്, ഒരു സർക്കാർ മാറി വേറൊരു സർക്കാർ വന്നു. എന്തിനെയാണോ അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ അതിശക്തമായിട്ട് വിമർശിച്ചത്, ആരെയാണോ വിമർശിച്ചത്, അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരൊക്കെ മനസ്സിലാക്കാത്ത കാര്യം, എത്ര കാലമുണ്ട് ഈ ഭരണവും ഈ ജീവിതവുമൊക്കെ. ആ ജീവിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ ഭരിക്കുന്ന കാലത്ത് ഒന്ന് ജനങ്ങളുടെ ഒരു അഭിനന്ദനം, ജനങ്ങളുടെ ഒരു വിശ്വാസം നേടിയെടുക്കണം. ഞങ്ങളിൽ എന്താണോ ആഗ്രഹിച്ചത്, ഞങ്ങളിൽ നിന്ന് എന്താണോ ആഗ്രഹിച്ചത് അത് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. അത്രയധികം വിശ്വാസം ജനങ്ങൾ ഞങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അപ്പം അത് തിരിച്ചു കൊടുക്കണ്ടേ എന്ന് എന്തുകൊണ്ടാണ് ഈ നേതാക്കൾക്ക് തോന്നാത്തത്? അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ 1% കോംപ്രമൈസ് ഇല്ല. അഴിമതിക്കാരായ ഭരണകർത്താക്കളോട് 1% പോലും കോംപ്രമൈസ് ഇല്ല. പക്ഷേ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് വ്യക്തിപരമായിട്ട് അഴിമതി ഇല്ലാത്ത ആളുകൾക്ക് പോലും അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ താല്പര്യമില്ല. ചുമ്മാ അങ്ങ് മുന്നോട്ട് പോവുക, ഭരിച്ചു തീർക്കുക, ഇറങ്ങിപ്പോവുക. എന്നിട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പം പിന്നെയും വിമർശിക്കുക, പിന്നെ അധികാരത്തിൽ വരിക, ഒന്നും സംഭവിക്കാത്ത പോലെ മുന്നോട്ട് പോവുക. ഇതാണോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ വ്യക്തമായിട്ട് അറിഞ്ഞാൽ പോലും, ശക്തമായ നടപടികൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ഇവരൊക്കെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സിൽ. അത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പുള്ളിയെ സ്പീക്കറായിട്ട് അങ്ങ് ഒതുക്കി. നല്ല രീതിയിൽ നല്ല കയ്യടിയൊക്കെ മേടിച്ച് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്പീക്കർ എന്ന നിലയിൽ. പക്ഷേ അദ്ദേഹം ഒരു സ്പീക്കറായിട്ടിരിക്കുന്ന ആളല്ലായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹമായിരുന്നു ആഭ്യന്തരമന്ത്രിയായി വരേണ്ടിയിരുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായി വന്നിരുന്നെങ്കിൽ പലരും ഇന്ന് നിയമത്തിന് മുന്നിൽ വന്നേനെ. പക്ഷേ അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രിയാക്കിയില്ല, നൈസായിട്ട് അദ്ദേഹത്തെ സ്പീക്കറാക്കി. അത് എനിക്കറിയായിരുന്നു. അദ്ദേഹത്തെ സ്പീക്കറാക്കിയപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു ഇവർക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അതിന്മേൽ നടപടി എടുക്കണമെന്നൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് തിരുവഞ്ചൂരാണെങ്കിൽ ചിലപ്പം നടപടി എടുത്തുന്നിരിക്കും. അതുകൊണ്ട് നൈസായിട്ട് പുള്ളിനെ അങ്ങ് തട്ടി സ്പീക്കറായിട്ട്. ഇതൊക്കെ പ്രതീക്ഷിച്ചത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. 2011 തൊട്ട് 2016 വരെ എന്താണോ നടന്നത് അതുപോലെയൊക്കെ തന്നെ ഇവരങ്ങ് ഭരിക്കും. എന്നിട്ട് വീണ്ടും ജനങ്ങൾ ഇവരെ ചവിട്ടി പുറത്താക്കും. അത് കഴിഞ്ഞ് വീണ്ടും LDF അധികാരത്തിൽ വരും. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിളിൽ നിന്ന് രക്ഷപ്പെടാൻ മലയാളികൾക്ക് കഴിയില്ല, ഒരിക്കലും കഴിയാൻ പോകുന്നില്ല. കാരണം അതങ്ങനെയാണ്. ഇതൊരു വിഷ്യസ് സർക്കിളാണ്. ആ ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ് മലയാളികൾ. അതിൻ്റെ ആ ഒരു കെണിയിൽ നിന്ന് പുറത്തു വരാൻ മലയാളികൾക്ക് കഴിയില്ല. അത് കഴിയണമെങ്കിൽ ഇച്ഛാശക്തിയുള്ള നേതാക്കൾ വരണം, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള, അഴിമതിയോട് 1% പോലും കോംപ്രമൈസ് ചെയ്യാത്ത, അഴിമതിക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ വരണം.